IPL ഏറ്റവും വലിയ എൽ ക്ലാസിക്കോ പോരാട്ടം അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും വീണ്ടും നേർക്കുനേർ ഇറങ്ങുന്നത് ആരാധകർ കാത്തിരിക്കുകയാണ്. ഈ മത്സരം കേവലം ഒരു കളിയല്ല, മറിച്ച് മുംബൈയെ സംബന്ധിച്ചിടത്തോളം അത് ആത്മാഭിമാനത്തിന്റെ പോരാട്ടമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സ്വന്തം തട്ടകമായ വാങ്കഡയിൽ ചെന്നൈയോട് 103 റൺസിന് തോറ്റതിന്റെ കൈപ്പേറിയ ഓർമ്മകൾ ഹർദിക് പാണ്ഡ്യയുടെയും സംഘത്തിന്റെയും വേട്ടയാടുന്നുണ്ട്. ആദ്യ പോരാട്ടത്തിലെ കണക്കു തീർക്കാൻ മുംബൈ വരുമ്പോൾ ആധിപത്യം തുടരാൻ ചെന്നൈയും തയ്യാറാണ്. ആരായിരിക്കും ഇത്തവണ വിജയികളെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത മത്സരം. പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായി നിലനിർത്താൻ മുംബൈക്ക് ഈ വിജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയിലെ അസ്ഥിരതയാണ് മുംബൈ നേരിടുന്ന പ്രധാന വെല്ലുവിളി. രോഹിത് ശർമ്മ നൽകുന്ന തുടക്കവും മത്സരത്തിൽ നിർണായകമാകും. എന്നാൽ ഋതുരാജ് ഗെയ്ക്വാദിന്റെ കീഴിൽ ചെന്നൈക്ക് ഇത് തങ്ങളുടെ വിജയം വെറും ഒരു ഭാഗ്യമല്ല എന്ന് തെളിയിക്കാനുള്ള അവസരമായിരിക്കും. ബാറ്റിംഗ് നിരയാണ് മുംബൈയുടെ പ്രധാന ആശങ്ക. ലീഗിലെ ഏറ്റവും കരുത്തുറ്റ ബാറ്റിംഗ് ലൈനപ്പ് ആണെങ്കിലും സ്ഥിരതയില്ലാത്ത പ്രകടനം തിരിച്ചടിയാകുന്നു. ടോപ്പ് ഓർഡർ തുടക്കത്തിലെ തകർച്ച ഒഴിവാക്കി ഒരു അടിത്തറ പാകിയാൽ മാത്രമേ ഫിനിഷർമാർക്ക് തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ കഴിയൂ. മറുഭാഗത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് മികച്ചൊരു ടീമായി മാറിയിരിക്കുന്നു. ഓരോ താരത്തിനും കൃത്യമായ റോൾ നൽകുന്ന വിന്നിംഗ് ഫോർമാറ്റ് അവർ കണ്ടെത്തിക്കഴിഞ്ഞു. വാങ്കഡയിൽ നേടിയ ആ കൂറ്റൻ ജയം അവരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിയിട്ടുണ്ട്. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ കളിക്കാനുള്ള കഴിവും പ്രത്യേകിച്ച് മിഡിൽ ഓവറുകളിലെ ടാക്ടിക്കൽ നീക്കങ്ങളും ചെന്നൈയെ മറ്റു ടീമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. കൂടാതെ MS ധോണിയുടെ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ മൈതാനത്തെ പോരാട്ടം ഇരട്ടിയാകും. ജസ്പ്രീത് ബുംറയുടെ വേഗതയും കൃത്യതയും ചെന്നൈ ബാറ്റിംഗ് നിരയെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുമെന്നത് കാണേണ്ടതുണ്ട്. രോഹിത് ശർമ്മയുടെ വിന്റേജ് ഇന്നിംഗ്സുകൾക്കായി ആരാധകർ കാത്തിരിക്കുമ്പോൾ സഞ്ജു ഗെയ്ക്വാദ് സഖ്യത്തെ തളയ്ക്കുക എന്നതാകും മുംബൈ ബൗളർമാരുടെ പ്രധാന ലക്ഷ്യം. പ്രതികാരത്തിന് മുംബൈയും ആധിപത്യം നിലനിർത്താൻ ചെന്നൈയും എത്തുമ്പോൾ മുംബൈ പകരം വീട്ടുമോ അതോ ചെന്നൈ വിജയം ആവർത്തിക്കുമോ? കണ്ടറിയാം.